ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മുളന്തുരുത്തിയിലെ ഏറ്റവും വലിയ ആഘോഷമായ മുളന്തുരുത്തി പള്ളിപ്പെരുന്നാളാണ്. ഞാനും ചേട്ടനും ശ്രേയക്കുട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോഴേക്കും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക്. കാരണം ഞാൻ ചെറുതായിരുന്ന കാലം തൊട്ട് ഈ പള്ളിപ്പെരുന്നാളെന്ന് വെച്ചാൽ ഞങ്ങൾ വരും, എല്ലായിടത്തും പോകും. അതുപോലെ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ വാങ്ങുക, അങ്ങനത്തെ ഇതിനൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് താമസിക്കാനും പറ്റി. അതുകൊണ്ട് തന്നെ പള്ളിയിലെ എല്ലാ ആഘോഷവും നമുക്ക് നന്നായിട്ട് ചേർന്ന് നിൽക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ പള്ളിപ്പെരുന്നാളിന് നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ അടുത്തുള്ളൊരു സമയമായതുകൊണ്ട് അതിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. അതുപോലെ പള്ളിപ്പെരുന്നാളിന് ഈ കരയിലുള്ള എല്ലാവരും തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും വരും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. എല്ലായിടത്തും നല്ല ലൈറ്റിങ്ങും എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ 2023 മുളന്തുരുത്തി പള്ളിപ്പെരുന്നാളിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല രസമില്ലേ? ഒരുപാട് പേര് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അതിൻ്റെ ഭംഗി ആസ്വദിച്ച്. ഒരുപാട് ഡെക്കറേഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല കിടിലനായിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളായാലും ഉത്സവമായാലും പിന്നെ നമുക്ക് ഏറ്റവും ആകർഷണം തോന്നുന്നത് ഈ കച്ചവടക്കാരുടെ അടുത്ത് പോയി സാധനങ്ങൾ കാണുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുലുക്കി സർബത്ത്, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ, പാത്രങ്ങൾ, കുട്ടികൾക്ക് വാങ്ങിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഓടി നടന്നൊന്ന് കണ്ടുപോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്ന എൻ്റെ കസിനാണ് സോണ. അപ്പോൾ അവൾ പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട്. അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം. പുളിയാണോ? നല്ല പുളിയാ. ശ്രായക്കുട്ടി എങ്ങനെയുണ്ടടി? ആൻറ്റിമാരെ രണ്ടുപേരും കൂടി കഴിക്കുകയാണ്. അത് കഴിച്ചതിൻ്റെ എഫക്റ്റ് മാറാനായിട്ട് വേണ്ട ഒരു കുലുക്കി കുടിച്ചോണ്ടിരിക്കുകയാണ് ആള്. നമ്മളും പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ. ഇതാണ് ഞാൻ വാങ്ങിച്ച പാനിപ്പൂരി. ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. സംഭവം ഒരു നൈസ് ടേസ്റ്റ് ആണ് കേട്ടോ. സംഭവം കൊള്ളാം എന്തായാലും. ഇതെടുക്ക് അതിലമ്മ കുറേ ഉണ്ട്. എല്ലാവരും കഴിച്ചു നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാനിപ്പൂരിയൊക്കെ പള്ളിപ്പെരുന്നാളിന് വന്നത് ആദ്യമായിട്ടാട്ടോ. ഈ കാണുന്ന ഐറ്റം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കണം തോന്നി. സാധാരണ ചോളമാണ് ഇങ്ങനെ വേവിച്ച് കണ്ടേക്കണം. അപ്പോൾ ഇത് കടല വേവിച്ചിട്ട് ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണം തോന്നി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ.
ഈ കാണുന്ന ഒരു ഇതിനൊരു 50 രൂപയാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു, കാരണം അമ്മയ്ക്കും വാങ്ങിച്ചു, അതുപോലെ ഞാനും എടുത്തു. അപ്പോൾ ഇതിൽ എൻ്റെ കസിനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവൾക്ക് എന്താ തോന്നുന്നതെന്ന് അവളിത് ഇപ്പോൾ പറയുവേ. അവൾക്ക് എരിയുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ശ്രേയക്കുട്ടിക്ക് അതിൽ നിന്ന് എരിവില്ലാത്തത് നോക്കി ഞാൻ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇതിനകത്ത് കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ സോസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് എരിയുന്നുണ്ടായിരുന്നു. അമ്മയും അതുപോലെ തന്നെ ഡോണയും കഴിച്ചു നോക്കിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അത് സംഭവം എന്തായാലും നൈസ് ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് പലഹാരങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി. പള്ളിപ്പെരുന്നാളിൻ്റെ പലഹാരങ്ങൾ സംഭവം പൊളിയായിരിക്കുന്നു. ഈ കാണുന്ന മാല കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഏതാണ് എടുക്കേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈറ്റൊക്കെ പറിച്ചെടുക്കോ? മിക്കവാറും എക്കത്തിന് കാശ് കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായി. അത് ആ സ്ലോ മോഷൻ കണ്ട് അറിഞ്ഞൂടാ മേടിക്കാനുള്ളത്. കൊള്ളാം 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 കൊള്ളാം. ഇതായിരിക്കില്ല, അതായിരിക്കുള്ളൂ. മേളിൽ പോയിട്ട് അങ്ങനെ നാളെ വാങ്ങാം. നാളെ ഒരാൾക്ക് വാങ്ങാം. ഈ കാണുന്നത് നല്ല രസമില്ലേ, തലയിൽ വെക്കുന്ന ഒരു കിരീടമാണ് കേട്ടോ. സംഭവം എന്തായാലും ന്യൂ ഇയറിന് നല്ല തരംഗമായിരിക്കുന്നു തോന്നുന്ന ആ ഒരു ഐറ്റം. പള്ളിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രദക്ഷിണം പോയിട്ട് വന്നിട്ടില്ല. പ്രദക്ഷിണം വന്നു കഴിയുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. എൻ്റെ ഫ്രണ്ടാണിത്, ഫ്രണ്ടും അവളുടെ മോളും. പള്ളിയുടെ പടി തൊട്ട് താഴെ പള്ളിത്താഴം വരെ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. എല്ലാ കടയിലും ആളുകൾ കയറി സാധനങ്ങൾ നോക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ നല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ ഇവിടെ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. അതുപോലെ ഇതേ പള്ളിയിൽ ഇതേ പ്രദക്ഷിണം തിരിച്ച് കയറുവാണ്. അപ്പോൾ ഓരോ കുരിശും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബൈ.